ചേട്ടന് ചെറുതായിട്ടൊരു ജലദോഷമുണ്ട്. വണ്ടിയുടെ സ്ഥലം ഇല്ലേ? ഇത് ചുവന്ന വണ്ടിയുടെ അപ്പുറത്ത്. ഇപ്പൊ ഞാൻ പോയി പേപ്പറൊക്കെ ബിന്ദു സ്ട്രിംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്ന് പേപ്പർ വാലുവേഷൻ ലാസ്റ്റ് ദിവസമാണ് ഏറ്റുമാനൂർ കാണക്കാരിയിൽ. ഇത്രയും ദിവസം അതായത് തിങ്കളാഴ്ച മുതൽ ഇന്നലെ വരെ, അതായത് 3 ദിവസം ഞാൻ ബസ്സിലാട്ടോ പോയത്, KSRTC ബസ്സിലാണ് പോയത്. പക്ഷേ ഇതുവരെ എനിക്കൊരു പ്രിയദർശിനി ബസ്സും കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ 64 രൂപ തൊടുപുഴ ടു ഏറ്റുമാനൂർ, അവിടെ നിന്ന് 13 രൂപ ഏറ്റുമാനൂർ ടു കാണക്കാരി, അങ്ങനെ കൊടുത്താൽ നമ്മൾ പോയതും വന്നതും. തൊടുപുഴ വരെ ചേട്ടൻ കൊണ്ടുവിടും, തൊടുപുഴയിൽ ചേട്ടൻ കൊണ്ടുപോകും കേട്ടോ. അങ്ങനെ ഇന്ന് ഇനിയിപ്പോൾ ബാക്കി പേപ്പറോടെ കുറച്ചുകൂടെ ഉള്ളൂ കേട്ടോ. അതങ്ങടെ നോക്കി കൊടുത്തിട്ട് പെട്ടെന്ന് പോരാമെന്ന് വിചാരിച്ചു. അപ്പം ചേട്ടൻ എന്നെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. കുറച്ച് സമയമല്ലേ ഉള്ളൂ, അപ്പം നമുക്കൊരു വ്ളോഗൊക്കെ എടുത്തങ്ങ് പോകാമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ പോകുന്ന വഴിയിൽ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്കിങ്ങനെ വണ്ടിയിൽ ഇരുന്ന് വീഡിയോ എടുത്തു, അവിടെ ഇറങ്ങുന്നൊന്നുമില്ല. അപ്പം ആരെങ്കിലുമൊക്കെ ഈ നാട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു നൊസ്റ്റാൾജിയൊക്കെ കിട്ടും, നാട്ടിലില്ലാത്തവരൊക്കെ ആണെങ്കിൽ. നമ്മൾ കുറിഞ്ഞി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടാ. കുറിഞ്ഞല്ലേ ഇത്? കുറിഞ്ഞായോ? അവിടെ കുറിഞ്ഞി എന്ന് പറഞ്ഞൊരു കുണിഞ്ഞല്ല, കുറിഞ്ഞി. ഇത് കുറിഞ്ഞിയത് അമ്പലമുള്ള മറ്റേ ആ ഗരുഡനും പാമ്പും. അപ്പൊ നമ്മളവിടെ ഇതാ ഇവിടെ എത്തി, ഒരു സ്പേസിൽ എത്തിയിട്ടുണ്ട് നമ്മള്. ആകാശമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. നമ്മളിങ്ങ് വന്നപ്പോ ചെറുതായിട്ട് ആകാശത്ത് മഴക്കാറ് കണ്ടിരുന്നു, കരിങ്കുന്നം ഭാഗത്ത് എത്തിയപ്പോഴട്ടോ. ഇപ്പോഴും ചെറുതായിട്ട് ആകാശത്തിലൊരു മഴക്കാറ്, കാർമേഘമൊക്കെ കാണാം. റോട്ടിൽ വലിയ തിരക്കൊന്നുമില്ല, എന്നാ വണ്ടികളെല്ലാം പോകുന്നുമുണ്ട്. ഭയങ്കര നീളമുള്ള റോഡാ. അല്ല എത്തൂല, പാല എന്ത് ചെയ്ത് എത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടാ. പാല കുഴപ്പമില്ല, പാല കഴിഞ്ഞ ഏറ്റുമാനൂർ വഴി വീതി കുറവായതുകൊണ്ട് ഭയങ്കര തിരക്കായിരിക്കും. ഇതിപ്പോ 9 മണി ഇന്ന് അവധിയാണോ? അല്ല, നാളെ അവധി. പിന്നെ ഇന്ന് തന്നെ വണ്ടിയൊന്നും ഇതില്ല. എല്ലാരും ജോലിക്ക് പോയില്ലേ? 9:30 ആയില്ലേ? ആ, അല്ല എനിക്ക് ഒരിക്കലും ഞാൻ ബ്ലോക്കിൽ പെട്ട് കിടന്നിട്ടില്ല ബസ്സിൽ പോയിട്ട്. ഏറ്റുമാനൂരൊന്നും ബ്ലോക്ക് ഉണ്ടായിട്ടില്ല സമയത്തൊന്നും. അത് തിരുവനന്തപുരം ബസ്. ഞാൻ എന്നും പോയിക്കൊണ്ടിരുന്ന ഒരു പുതിയ പമ്പ്, അതിൻ്റെ അടുത്ത് നല്ല അടിപൊളി ഒരു വീട്. ആ വീട്ടിൽ ഇപ്പോൾ ആരും താമസിക്കുന്നില്ല. നേരത്തെ അവിടെ ഒത്തിരി പൂച്ചെടിയൊക്കെ ഉണ്ടായിരുന്നായിരുന്നല്ലോ. എനിക്കിതിൽ ഈ ഒരു പിക്ചറിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ആകാശമാണ്. എന്ത് രസം ആകാശം കാണാനായിട്ട്. ഈ വീഡിയോയിൽ ആകാശം കാണാൻ ഭയങ്കര രസമാട്ടോ. ഇത് ഗ്യാസ് കുറ്റി പോണു. ഇത് എന്ത് ഗ്യാസാ ചേട്ടാ? കടയിലേക്കുള്ള ഗ്യാസാണോ? എക്സ്ട്രാ റോസ് ഇന്ത്യൻ പുറപ്പുഴ, മാനത്തൂര് സ്കൂള്. നാളെ ബസ്സിൽ വന്നിട്ട് ഈ സ്കൂളിന്റെ മുമ്പിൽ വണ്ടി നിർത്തിയപ്പോൾ ഞാൻ നിർത്തിയത് ഏത് സ്കൂള് ആദ്യമായിട്ട് കാണുവാണല്ലോ എന്ന്. ഞാനിങ്ങനെ ഒരു സ്കൂള് ശ്രദ്ധിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല ഇതുവരെ. ഇതാ മാനത്തൂര് പള്ളി. ഇതാ ഒരു വീട്. എത്രയോ നാളുകളായിട്ട് അതിങ്ങനെ കിടക്കുക. ഇപ്പൊ കാടൊക്കെ വെട്ടിന്ന് തോന്നും കേട്ടോ. നേരത്തെ ഭയങ്കര കാടൊക്കെ കയറി. ആ വീട് പണിതപ്പോ തൊട്ട് ഞാൻ കാണുന്നതാ. അതിനുശേഷം ആ വീട് വിൽക്കാനായിട്ട് ഇങ്ങനെ ഒരു ബോർഡൊക്കെ വെച്ചിരിക്കുന്നത് കണ്ടു. പിഴക സ്കൂൾ. ഇതാ ഫ്ലക്സ് വെച്ചിരിക്കുന്നത് നോക്കിക്ക്, വലിയ കട്ടൗട്ട്, നെയ്മറിന്റെ മെസ്സിയുടെ. ഇപ്പൊ നമ്മൾ എവിടെ പോയാലും ഫ്ലക്സുകളൊക്കെയാണ്. ഒരുപാട് ഫ്ലക്സ് ബോർഡ് കാണാൻ പറ്റും. ഫുട്ബോളിന്റെ ലോകകപ്പ് തുടങ്ങിയ പിന്നെ ഇതാ കന്നാര നട്ടിരിക്കുന്നുണ്ട്. പൈനാപ്പിൾ കൃഷിയാണ്. ഇത് ആകാശത്തേക്ക് നോക്കി, കാർമേഘം ഉരുണ്ടു കൂടി നിൽക്കുക. വാ, ഇത് പിഴക് സെന്റ് ജോർജിന്റെ ഒരു കപ്പേട ഉണ്ട്. അതെന്തായിരിക്കും ചേട്ടാ മൂടി കെട്ടി അതിനകത്ത്? പച്ചക്കറിയൊക്കെ. ഈ ഭാഗമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അതൊരു തറവാടാ കാണുന്നത്. അവരത് മെയിൻറ്റെയിൻ ചെയ്തേക്കാണ്. എന്ത് രസമാ നോക്കിയേ, എന്ത് രസമാ അല്ലേ. ഇടിമണ്ണിക്കൽ ജുവലറി തൊടുപുഴ.
പാലായിലും ഉണ്ടോ? ആ. കാവാലത്ത് റബ്ബർ നഴ്സറി. അങ്ങനെ നമ്മൾ കൊല്ലപ്പള്ളിയിൽ എത്തിയിട്ട് കൊല്ലപ്പള്ളിയിൽ നല്ല ഭംഗിയുള്ള ഒരു കപ്പേള കുരിശുപള്ളി കാണിച്ചിട്ടാവേ. ഇതുണ്ടോ, നല്ല ഭംഗിയുള്ളൊരു കുരിശുപള്ളി. ഇതാണ് കൊല്ലപ്പള്ളി എന്ന് പറയുന്ന സ്ഥലം. ഇതാ അവിടെ മെസ്സിയുടെ നല്ലൊരു കട്ടൗട്ട്, ആ ഒരു ട്രോഫിയൊക്കെ പിടിച്ച് നിൽക്കുന്ന ലോകകപ്പ്. എൻ്റെ ആഗ്രഹം മെസ്സിക്കൊരു ലോകകപ്പ് കിട്ടിയല്ലോ, ഇനി റൊണാൾഡോയ്ക്ക് ഒരു ലോകകപ്പ് കിട്ടണം. പറങ്കിത്തലവനൊരു ലോകകപ്പ് കിട്ടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. കാരണം അത്രയ്ക്ക് നല്ലൊരു പ്ലെയർ അല്ലേ. അതുകൊണ്ട് ഈ പാല ഈ റോഡിലത് അതൊരു തറവാണ് കേട്ടോ. അതൊക്കെ പെയിന്റ് ചെയ്ത് എന്ത് രസമാണ് കാണാൻ. എന്താ കേട്ടോ പറ്റിയ ചേട്ടന് ചെറുതായിട്ടൊരു ജലദോഷമുണ്ട്. ആ റെഡ് വണ്ടി പോണോ നോക്കിക്കേ. ഇവിടെ വല്ല ഇതുകൊണ്ടോ ക്യാമറ? എന്നാ പിന്നെ കുറയ്ക്കും, നമ്മള് നോർമലി പോയാ മതി. 60-65 ഞാൻ പോകുന്നത്. 90 അവിടെ പോകാവോ? എനിക്ക് വണ്ടിയുടെ കാര്യമൊന്നും അറിഞ്ഞൂടാ. മാനത്തൂര് 90 വരെ 93 എനിക്ക് അടിച്ചത്. അല്ല 100 എനിക്ക് അടിച്ചത്. ചേട്ടനൊക്കെ എന്ത് സ്പീഡിലാണ് പോയത്? രാവിലെ അല്ലേ, ഒരു വഴിയിലോ ഒരു വണ്ടിയിലോ ഒന്നുമില്ല. അങ്ങ് വെച്ചാൽ നോക്കിയാൽ കുന്തം ഇരുണ്ട് അല്ല ചാടി കിടക്ക് വരെ മറിഞ്ഞെടുക്കാൻ 2-3 ദിവസം മുമ്പ് അങ്ങ് പോയി. ചേട്ടാ അപ്പൊ ഈ മന്ത്രിമാരൊക്കെ ഭയങ്കര സ്പീഡിൽ പോകൂലേ? മന്ത്രിമാരുടെ വിഷയമല്ല. അതപ്പൊ മന്ത്രിമാരൊക്കെ ഇങ്ങനെ സ്പീഡിൽ പോകുമ്പോ ക്യാമറക്ക് അറിയില്ലല്ലോ മന്ത്രിയാണോ? അടിക്കുക, അത് നോക്കുമ്പോൾ ഇവർക്കറിയാം, പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാലോ. അങ്ങനെ നമ്മൾ ഇതാ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്തെല്ലാം കുറെ കുരിശുപള്ളികളുണ്ട്. ഇത് കണ്ട പ്രവിത്താനത്തുള്ള കുരിശുപള്ളിയാണ് ഈ കാണുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് പള്ളികൾ കാണാൻ പറ്റും. പ്രവിത്താനം കഴിഞ്ഞിട്ടല്ലേ ചേട്ടാ അന്തിനാട്? അത് അന്തിനാട് കഴിഞ്ഞോ? കഴിഞ്ഞോ? ഞാനും മറന്നുപോയി. ആകാശം കാണാൻ എന്ത് ഭംഗിയാ വീഡിയോയില്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഇപ്പം നമ്മൾ പാലായിൽ ചെല്ലുമ്പോൾ ബാക്കി കാണാം. അപ്പം നമ്മളങ്ങനെ പാലാ ബൈപ്പാസിൽ കയറിയിട്ടോ. ഈ ഒരു റോഡ് ഉള്ളത് കൊണ്ട് പിന്നെ നമുക്ക് പാലാ ടൗൺ ചുറ്റാതെ നമുക്ക് നേരെ ഏറ്റുമാനൂർ റോഡിലേക്ക് പോയി ചാടാം. ഇതാ ഇവിടെ ഒരു സ്കൂളൊക്കെ ഉണ്ട്, കാർമൽ പബ്ലിക് സ്കൂൾ. പണ്ട് ഇത് സെൻറ് മേരീസ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം കാർമലിന് പേര് മാറ്റിയതാണെന്ന് തോന്നുന്നു. ഈ വഴി ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. പാല കയമാണി സാറിൻ്റെ വീടിന് മുമ്പിൽ കൂടെ ആ വഴി അങ്ങനെ അങ്ങ് പോകും. ഇതാ മെസ്സിയുടെ വേറൊരു ഫ്ലക്സ്. മെസ്സി ഫാൻസ് ആണ് കേട്ടോ കൂടുതലും. റൊണാൾഡോയുടെ ഫ്ലക്സ് ഒന്നും ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല. എന്താണ് റൊണാൾഡോയെ ആർക്കും ഇഷ്ടമല്ല. നല്ല ഭംഗിയുള്ളൊരു റെസ്റ്റോറൻറ്റ് ഊട്ടുപുര, മുള കൊണ്ടൊക്കെ ഉണ്ടാക്കിയേക്കുന്നത്. ഒരു ദിവസം ഇവിടെ കയറണമല്ലോ, എങ്ങനെ ഉണ്ടെന്നറിയാം. എനിക്കൊരു സംശയമുണ്ട്, ഇത് അപ്പുറത്തുണ്ടായിരുന്നാണോന്ന്. ഈ ഇതിൻ്റെ അപ്പുറം ഇത് നമ്മൾ തൊടുപുഴക്കാരുടെ വണ്ടിയാണല്ലോ പോണേ. KL 38. ഇതാ ആ കാട് പോലെ കാണുന്ന മരങ്ങൾ കൂടി നിൽക്കുന്നതാണ് കെ.മാണി സാറിൻ്റെ വീട്. അത് അപ്പം നമ്മളേതായാലും കോളേജിലേക്കൊക്കെ എത്താറായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഏറ്റുമാനൂർ കഴിഞ്ഞ് കാണക്കാരിയിലേക്ക് നമ്മൾ പട്ടിത്താനം കഴിഞ്ഞ് കാണക്കാരിയിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്. ഇത് ഈ വഴി ഒരു ബേക്കറി ഉണ്ടല്ലോ അതിൻ്റെ അപ്പുറത്ത്. CSI കോളേജ് ഫോർ ലീഗൽ സ്റ്റഡീസ് കാണക്കാരി കോളേജ്. അതാണ് നമ്മൾ പേപ്പർ നോക്കുന്ന കോളേജ്. ഇതും അതല്ല, അവരുടെ തന്നെ. ഇതാണ് വണ്ടിയുടെ സ്ഥലം ഇല്ലേ? ഇത് ചുവന്ന വണ്ടിയുടെ അപ്പുറത്ത്. ഇപ്പം ഞാൻ പോയി പേപ്പറൊക്കെ നോക്കിയിട്ട് വരാം. അപ്പം നമ്മൾ പേപ്പർ വാലുവേഷനൊക്കെ കഴിഞ്ഞ് തിരിച്ചു. ചേട്ടനെ ഇരുന്നിരുന്ന് ബോറടിച്ച്. ഇതുണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ശില്പം. നല്ല രസമില്ലേ കാണാൻ? എൻ്റെ ഏറ്റുമാനൂർ കോട്ടയം എന്ന് പറഞ്ഞ അങ്ങനൊരു ശില്പം. നല്ല രസമില്ലേ? എന്താണെന്നറിയില്ല, ഇന്ന് ആകാശം കാണാൻ ഭയങ്കര ഭംഗി. ആകാശത്തിന് ഇന്ന് ഒടുക്കത്തെ ഗ്ലാമറാണ്. എന്ത് രസമാണ് ഇന്നത്തെ ആകാശം. എന്തൊരു പ്രത്യേക ഭംഗി പോലെ.
കലാബോധമുള്ളവർക്ക് മനസ്സിലാകും. ചേട്ടന് മനസ്സിലായോ? വീഡിയോയിലൂടെ കാണുമ്പോഴാണ് ഭയങ്കര ഭംഗിയാ. എന്ത് രസമാ കാണാൻ. ചായ കുടിച്ചോ? എന്നെ വാങ്ങി കഴിച്ച? പിന്നെ ഒരു പൊറോട്ട ലാസ്റ്റ് ഒരു പൊറോട്ട ഒരു ചായ കുടിച്ചു. കറിയൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഞാനൊരു ചായ ഒരു ബോളിയും കഴിച്ചു. അതിന്റെ ബില്ലും ഇട്ട് കൊടുത്തു. അപ്പൊ തന്നെ ഇട്ട് കൊടുത്തു, അല്ലെ ചിലപ്പോ ഞാൻ മറന്നു പോയേക്കും. ആ ശരിയാണല്ലോ. പിന്നെ അങ്ങനെ പോകാൻ മേലായിരുന്നോ? പിന്നെ അവിടെ നിന്ന് മെയിൻ റോഡിലേക്ക് ഇറങ്ങാൻ ഇച്ചിരി പാടാ. അതിലും നല്ല ഇങ്ങനെ പോവായിരിക്കും. അങ്ങനെ 5th സെമിന്റെ വാലുവേഷൻ എല്ലാം കഴിഞ്ഞ് പോവുകയാണ്. പോകുന്നു ഞാൻ പോകുന്നു. ഇനി കോളേജിൽ ചെന്നിട്ട് കാണാം എല്ലാവരും. ബോറടിച്ചോ? ഉറങ്ങിയോ? ആരെങ്കിലും കണ്ടോ? പക്ഷെ ഞാൻ ഒരു കാര്യം മറന്നു കേട്ടോ. ചേട്ടൻ വണ്ടി പാർക്ക് ചെയ്തോടത്ത് ഒരു അമ്മയും മോനും കിടക്കുന്ന പട്ടിക്കുഞ്ഞുങ്ങളാ. ഒരു അമ്മ പട്ടി അതിന്റെ മകനും, നല്ല ബ്ലാക്ക് കളറിലുള്ള ഒരു നാടൻ പട്ടി. അമ്മ സാധാരണ പട്ടികളുടെ ഒക്കെ ഒരു കളറില്ലേ, ഒരു വൈറ്റും ഒരു യെല്ലോയൊക്കെ ചേർന്ന്. ഏറ്റുമാനൂരപ്പൻ, ഏറ്റുമാനൂരപ്പൻ, ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. എൻ്റെ കയ്യിലാണെങ്കിൽ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നേ. അവരെ വീഡിയോയിൽ എടുക്കാനും കഴിഞ്ഞില്ല. ഞാൻ ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റ് എനിക്ക് ചേട്ടൻ വാങ്ങിച്ചു തന്നായിരുന്നു. ഞാനുള്ള ചോറൊന്നും കൊണ്ടുവന്നില്ല. അപ്പോൾ ചോറ് കൊണ്ടുവരാത്തതുകൊണ്ട് ബിസ്ക്കറ്റ് വാങ്ങിച്ചു തന്നെ എൻ്റെ ഉണ്ടായിരുന്നു. ഞാനതിൽ കുറേ ബിസ്ക്കറ്റ് എടുത്തിട്ട് അവർക്ക്, അമ്മയ്ക്ക് പേടിയില്ല, മോന് ഭയങ്കര പേടിയാണ്. അമ്മയ്ക്ക് ഒരു ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുത്തു. അവൾ കടിച്ചെടുത്തു. അത് വിശന്ന് ഇരിക്കുമായിരുന്നു രണ്ടുപേരും കൂടെ. മകനെന്നേരം ഇറങ്ങി ഓടുന്നു പിടിക്കാൻ വന്നാന്നോർത്ത്. മോനെങ്ങാനും ഞാൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ എന്നെ കടിച്ച് കൊല്ലൂലേ പട്ടി. അതിപ്പോൾ ഞാൻ ബിസ്ക്കറ്റ് നുറുക്കി കഷണങ്ങളാക്കി ഇട്ട് കൊടുത്തപ്പം ഞാൻ കാറ കയറുമെന്ന് പറഞ്ഞപ്പോൾ മോനെ ഓടി വന്നിരുന്ന് തിന്നുവാ. ഒരു രണ്ടുപേരും കൂടെ എനിക്കിട്ട് ഇങ്ങനെ നോക്കി. പാവങ്ങൾ. ഒരു വീട്ടിലെ ഒരു താമസമൊന്നും ഇല്ലാത്തൊരു വീട്, ഭയങ്കരമായിട്ട് മുഷിഞ്ഞ ഇലയൊക്കെ വീണ് ഭയങ്കര പൊടിയൊക്കെ ആയിട്ട് കിടക്കുന്ന ഒരു വീട്. ആ വീട്ടിൽ അതിൻ്റെ സിറ്റ് ഔട്ടിൽ ഇവർ രണ്ടുപേരും കയറി കിടക്കുന്നത്. അതിൻ്റെ ആ മുറ്റത്താണ് ചേട്ടാ വണ്ടി ഇട്ടത്. അപ്പം കണ്ടപ്പോൾ പാവം തോന്നി. രണ്ടുപേരും കൂടെ എന്നെ കണ്ടപ്പോൾ രണ്ടുപേരും കൂടെ ഓടി വന്ന്. അപ്പോഴാണ് ഞാൻ ബിസ്ക്കറ്റിൻ്റെ കാര്യം ഓർക്കുന്നത്. അങ്ങനെ എടുത്ത് കൊടുത്തത്. പാവം പിള്ളേർ. ഇനിയിപ്പോൾ അവരെ കാണൂലോ ഒന്നും നമുക്കറിഞ്ഞൂടാ. അപ്പം നമ്മൾ പോവാണ് കേട്ടോ. നമ്മൾ ഏറ്റുമാനൂരിൽ നിന്ന് നമ്മൾ തിരിഞ്ഞു. ഇനി മണർകാട് ശബരിമലയൊക്കെ എങ്ങോട്ട് പോകാം, അങ്കമാലിക്കാണെങ്കിൽ എങ്ങോട്ട് പോകാം. ഈ വഴിയില്ല ചേട്ടാ, ഈ വഴിയാണ് കാണിച്ചു തന്നെ അല്ലേ? അമ്പലത്തിന്റെ ആ വഴി അല്ലേ? ഈ വഴിയാണെങ്കിൽ പിന്നെ എളുപ്പം ഉണ്ടായിരുന്നു. സിഗ്നൽ ഉണ്ടോ ചേട്ടാ? കാറ് പോയി കഴിഞ്ഞാൽ നമുക്ക് പോകാലോ. ബൈക്കാ. വീഡിയോയിൽ കണ്ടിട്ടാണോന്ന് അറിഞ്ഞൂടാ. ആകാശത്തിനൊക്കെ ഭയങ്കര ഭംഗി. ആ വണ്ടി കണ്ട, അവിടെ എല്ലാം ബ്ലോക്കായി. അതെ ഒരു ആംബുലൻസ് ഒതുക്കി കൊടുക്ക. അവര് പോട്ടെ. അങ്ങനെ നമ്മൾ അടുത്ത ആംബുലൻസ് മെഡിക്കൽ കോളേജിലേക്ക് കേട്ടോ, അല്ലെങ്കിൽ കാരിത്താസോ ഒക്കെ ആയിരിക്കും അല്ലേ? ഇതെന്താ ചേട്ടാ പച്ചക്കറി. ചക്ക ഇല്ലാത്ത സീസണായി ഇതിൽ വന്നെങ്കിൽ ഇതിലേക്ക് എവിടെയെങ്കിലൊക്കെ ചക്ക കാണും. നമ്മൾ വാങ്ങാറുമുണ്ട്. ചക്ക ഇല്ലാത്ത സീസൺ. ഞാൻ ചായ കുടിച്ചായിരുന്നു. ചായ ഒരു പഴംപോളിയും കൂടെ ഒരു 11 കിട്ടിയോ?
ഇന്ന് കിട്ടി. ഇന്ന് ഞങ്ങൾ വന്നു കഴിഞ്ഞ് ഞാൻ വന്നു കഴിഞ്ഞ അവിടെ ഓർഡർ എടുക്കാൻ വന്നേലേ. അത് ഇടയ്ക്ക് കുടിക്കാൻ പോണവരായിരിക്കും. ചീര എന്റെ ഈശോയെ. എന്റെ ആയിരുന്നു പൈസ അന്നി വെച്ച. എന്റെ ബാക്കി ഇരുന്ന പൈസ ഇന്നാള് ചേട്ടൻ 500 രൂപ മാറി എനിക്ക് തന്നില്ലായിരുന്ന. അത് ബിസ്ക്കറ്റ് മാറിയിട്ട് ഇവിടെ പൈസ ഇല്ലാത്തോണ്ട് വെച്ചെന്നേ ഉള്ളു. എന്തേലും അല്ല ഞാവൽപ്പഴമൊക്കെ കണ്ടാ വണ്ടി പിന്നെ പിന്നെ അവിടെ 6 മക്കളോടെ കിടപ്പുണ്ട്. വെള്ളം പോലും കൊടുത്തില്ല. കോഴിക്ക് പിന്നെ തീറ്റ ഇട്ട് കൊടുത്ത കോഴി തന്നെ തെരഞ്ഞു കൂട്ടി നിൽക്കണ കുഞ്ഞുങ്ങളെ അയച്ചു കൊടുത്തു. പക്ഷെ 2 ചെറിയ ഇപ്പൊ നാളെ അവധി. പിന്നെ ശനി ഞായർ തിങ്കൾ. നല്ല രസമുണ്ട്. ചേട്ടൻ വണ്ടി ഓടിക്കുന്ന എല്ലാവരും കണ്ടോ? ചേട്ടൻ വണ്ടി ഓടിക്കുന്നത് വണ്ടി ഓടിക്കുന്ന ചേട്ടനെ ശല്യം ചെയ്യല്ലേ എന്ന് കമൻ്റൊക്കെ വന്നിട്ടുണ്ട്. അവല് ഞാനൊരു ഫോട്ടോ ഇട്ടായിരുന്നു. ചേട്ടൻ എന്നെ വാലുവേഷന് കൊണ്ടുപോവാന്നും പറഞ്ഞ്. അപ്പോൾ വന്ന് കമൻ്റാണ്, വണ്ടി ഓടിക്കുന്ന ചേട്ടനെ ശല്യം ചെയ്യില്ലേ. ഓ ചേട്ടനെ കുറിച്ച് ശ്രദ്ധിക്കാൻ എത്ര ആൾക്കാർ. ചേട്ടന്റെ സന്തോഷം കാണാതെ പറഞ്ഞു. ഞാൻ സാധാരണ വണ്ടി കൂടുതൽ വർത്താനം പറയില്ല. ആ പള്ളി വെട്ടിമുകൾ പള്ളിയിലെ ചേട്ടാ, വെട്ടിമുകൾ പള്ളി ഭയങ്കര ഫേമസ് ആണെന്നുള്ളത് ഈ വെട്ടിമുകളാണോ? വെട്ടിമുകൾ പള്ളിന്ന് കേട്ടിട്ടില്ലേ ചേട്ടാ? അതാണോ ചേട്ടാ ഇത് മറ്റേ സാധനം? അല്ല, ഇത് റംബൂട്ടാന. ഒരു ദിവസം ഇവിടെ ഒരു ചെറുക്കൻ ഞാവൽപ്പഴം വിൽക്കാനിരിക്കുന്ന കണ്ടു. ഞാൻ ബസ്സിലായിരുന്നു. അവിടെ നിന്നാണ് ഇന്നാളെ നമ്മൾ കഴിച്ചേ? അല്ലല്ല, ഈ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് ചേച്ചിയുടെ കൂടെ പോയിട്ട് നമ്മൾ വന്നപ്പം കിടങ്ങൂരിന്ന് മണർകാട് വഴി തിരിഞ്ഞല്ലേ പോയെ? ഇത് അവിടെ അല്ലേ? അത് പാലെടുക്കാറായപ്പോഴാണ് ആ പണത്തിന്റെ സൈഡിൽ ചക്ക ഇല്ലാത്ത സമയമായിരുന്നെങ്കിൽ ചക്കയും മാങ്ങയും തേങ്ങയൊക്കെ ഞാനും വാങ്ങിയേനെ. എനിക്ക് ആരെയും കഷ്ടപ്പെടുത്താൻ താല്പര്യമില്ല. കിടപ്പിലാകരുത്, ഒരു കാരണവശാലും കിടപ്പിലാകരുത്. നോക്കാൻ നിൽക്കണം അവരുടെ പ്രാക്കും ബുദ്ധിമുട്ടും ഒരു സൈഡിൽ, നമ്മുടെ ബുദ്ധിമുട്ടും ഇറിറ്റേഷനും എല്ലാം വേറൊരു സൈഡിൽ. കിടപ്പായി കഴിഞ്ഞാൽ എനിക്ക് കിടപ്പാകാൻ താല്പര്യമില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള അവിടുത്തെ തിരുവിഷ്ടം പോലെയാണ്. ഇവിടെയുണ്ടോ ഞാവൽപ്പഴം? ഇത് എവിടുന്ന പോലെ? ഈ നാടൻ ചീര എല്ലാവരും കൊണ്ട് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് വന്നതാണോ പോലും? നമ്മുടെ നാട്ടിലും ഉണ്ട്, ഹോട്ടലിലുണ്ടെന്ന്. പക്ഷെ കണ്ടോ ഇല്ലേ? മറക്കുടയാൽ മുഖം മറയ്ക്കും മാനലാൻ, മഷിക്കറുപ്പാൽ മിഴിയെഴുതും മീനല, പോനിലാവല്ല പുലർവേളയിൽ മുല്ലയാവില്ല മൂവന്തിയിൽ അവളല്ലയാമ്പഴല്ല. ഇൻ ഗോഡ് വി ട്രസ്റ്റ്. ഇതെന്തുവാ ചേട്ടാ സംഭവം? ഞാൻ അങ്ങോട്ടും എപ്പോഴും കണ്ടു. ഇതന്നെ വല്ല പള്ളിയും പണിയണാണോ? ഒരു പിടുത്തവും ഇല്ലാച്ച. കുഞ്ഞു തെന്നലേ. നമ്മുടെ മുമ്പിലൊരു ലോറി. നമ്മൾ എങ്ങോട്ട് വന്നപ്പോഴും നമ്മുടെ മുമ്പിലൊരു ലോറി ഉണ്ടായിരുന്നു. എന്തുവാണല്ലോ, എനിക്കെല്ലാം ലോറിയാ. ചേട്ടനൊന്നും പോകും. അപ്പോൾ ആ ലോറിയുടെ വീലെണ്ണലായിരുന്നു ഞങ്ങളുടെ ഹോബി. അവസാനം ചേട്ടൻ പറയാം, എനിക്ക് വല്ലോ ലോറിക്ക് എത്ര വീലാണെന്ന്. ഞാൻ പറഞ്ഞ ആ ലോറിക്ക് 10 വീലേ ഉള്ളെന്ന്, ടിപ്പറിന്. ചേട്ടൻ പറഞ്ഞു 12 ഉണ്ടെന്ന്. ഞാൻ എത്രയൊക്കെ എണ്ണിട്ട് ഞാൻ 10 കണ്ടുള്ളൂ. ഇപ്പൊ ഞാൻ കാണിച്ചു കൊടുത്തു. ഇത് രണ്ടും ഡബിള്, അതിന്റെ തൊട്ട് മുമ്പിലുള്ള ഡബിള്.
ഈ 12 വീലുള്ളതിന്റെ 2 വീല് നിലത്ത് മുട്ടണില്ല, അത് പൊങ്ങി. 14 വീലുള്ള കേട്ടാ നിലത്ത് നമ്മൾ തമ്മിൽ വഴക്കുണ്ടാക്കും. പാലാക്ക് ഇവിടെ നിന്ന് 8 കിലോമീറ്റർ ഉണ്ട്, ഭരണങ്ങാനത്തിന് 13 കിലോമീറ്റർ ഉണ്ട്. സമയമൊക്കെ നടന്ന് ഈ ഭരണങ്ങാനം ഒക്കെ പോയി വരുമായിരുന്നു അൽഫോൻസ പള്ളിയില്. വാവ്, സിഗ്നലിൽ കിടക്കാം. ഇനി നമുക്ക് കിടങ്ങൂരും ഇതന്നെ സിഗ്നലിന്റെ മുമ്പിൽ കൂടെ കയറി പോണേ. ലോറിക്കാരൻ, ഓ ഐ സി, ലോറിക്കാരൻ വട്ടം കയറി. ശരിയല്ല, ഇതിലെ വന്ന് അപ്പുറത്തേക്ക് പോണ വണ്ടിക്കാർക്ക് പോവാം, അതാണ് ഞാൻ മാറ്റിയത്. പിന്നെ ഇവർക്ക് അങ്ങനത്തെ നോട്ടമൊന്നും ഇല്ലല്ലോ. സിഗ്നൽ പച്ച തെളി. ഇത് ഈ സിഗ്നലാണോ ചേട്ടാ? ഇതാ അതോ ഇതോ? ഇതെല്ലാം ഇങ്ങോട്ട് ഓഫ് ആക്കി കിടക്കാം. അവിടെ നിന്ന് ഏതാ ചേട്ടാ പച്ച തെളിയാൻ പോണേ? ഇതാണോ ഇതാണോ? രണ്ടും ഒരേ സമയം തെളിയോ? ഓക്കെ, നമുക്ക് നോക്കാട്ടോ. രണ്ടും എപ്പോ തെളിയും? 17 മിനിറ്റ് ആണോ സെക്കൻഡ് ആണോ? ഇത് സെക്കൻഡാ. 11 10 9 8 7 6 5 4 3 2 1. വാവ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പൊക്കോളാൻ. അതെന്നെ പരിപാടിയായി പോയി. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പൊക്കോളാനാ കാണിച്ചേ. എന്നാ പിന്നെ എല്ലാവർക്കും എപ്പോഴും പോകുമല്ലായിരുന്നോ? ചേട്ടൻ ഓർക്കും ഞാൻ എന്ത് തേങ്ങയായി പറയണേന്ന്. അടിച്ചു കയറി വാ ചേട്ടൻ വണ്ടി എടുത്ത്. ഇപ്പൊ നമ്മള് പോണ കറക്റ്റ് ആകല. മുമ്പിൽ പോണ വണ്ടിയുടെ വീല് കാണാൻ പറ്റണം, അതാണ് കറക്റ്റ് ഡിസ്റ്റൻസ്. ഇപ്പൊ നമ്മൾ പോണ കറക്റ്റ് ഡിസ്റ്റൻസില. ഈ സ്പീഡ് മതി കേട്ടോ. കേട്ടോ കേട്ടോന്നാ. അവ സ്പീഡ് പോക്കോട്ടെ എന്ന് വെച്ചാൽ നമുക്ക് പോകണ്ട. നല്ല രസം. അതെ, കണ്ടത്തിന്റെ കരയിൽ 2 വീടുകൾ ഇരിക്കുന്നു. ഈ നാട്ടിൽ അങ്ങനെ ഇഷ്ടപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതേ ചട്ടിയും കലമൊക്കെ വിൽപ്പന കിട്ടോ. ചട്ടിയും കലവും. ഓ, ഇതൊന്നും കാണിക്കാൻ പറ്റണില്ലല്ലോ എന്ന് ഓർക്കുന്നത്. ഇവിടെ നിന്നാണ് കുടിച്ചത്. ശരിയാണല്ലോ. ദൃശ്യം 3 ഉണ്ട്. ആമസോൺ പ്രൈമിൽ പോയി കാണണമായിരുന്നു. ആൻസർ വന്നിട്ട് കാണാന്ന് വെച്ചു. നമ്മുടെ മുമ്പിൽ നമ്മുടെ ടിപ്പർ ലോറി ഉണ്ട്. ടിപ്പർ ലോറി നമുക്കാണെങ്കിൽ കയറി പോവാറുന്നു അല്ലേ ചേട്ടാ? ചേട്ടൻ വാർത്ത ഒരു തൊടുപുഴക്കാണോന്ന് കാണാനല്ലേ ചേട്ടനെ? ആണോ? ഞാൻ പറഞ്ഞില്ലേ. പക്ഷെ ഇയാള് നന്നായിട്ട് വണ്ടി ആസ്വദിച്ച് ഓടിക്കുന്ന ഒരു ഡ്രൈവറായത്. എനിക്കതായിക്കുള്ള ഡ്രൈവിംഗ് കണ്ടപ്പോഴേ മനസ്സിലായി. ഓ, കാണാൻ പാടില്ല ചേട്ടാ, സൺഗ്ലാസ് ഒട്ടിച്ചേക്കോ. വെറുതെ അല്ല. ഇതാ മെസ്സി ഇരിക്കുന്നു. മെസ്സിനെ കണ്ടില്ല എന്ന് വേണ്ട. ആ ഡ്രൈവറെ ഒന്ന് കാണുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു, നടന്നില്ല. ഇതാ ഇല്ലിക്കക്കല്ല് കാണോ? അങ്ങറ്റത്ത് ഇല്ലിക്കക്കല്ലാണ് മക്കളെ ആ കാണുന്നത്. ഞാൻ പോയിട്ടുണ്ട്. ആൻസിന് 5 വയസ്സുള്ളപ്പോൾ പോയിട്ടുണ്ട് ഇല്ലിക്കക്കല്ല്. ഇതുണ്ട് ആ കാണുന്ന ഇല്ലിക്കക്കല്ല്, ഏറ്റവും ടോപ്പിൽ കാണുന്ന. ഇതായത് മാണിസാറിന്റെ വീട്. മാണിസാറിന്റെ വീടിന്റെ മതിലൊക്കെയാണ്. ഒരു രസതേ ഊട്ടുപുര കയറി ഫുഡ് കഴിക്കണം. ബിജൂസിന്റെ ഊട്ടുപുര. അത് ബിജൂസിന്റെ. അതാര് ചേട്ടാ ബിജൂസ്? ഞാവൽപ്പഴം ഉണ്ടോ ചേട്ടാ? ഇല്ലേ. പിടിയും കോഴിക്കറി, പുട്ടും ബീഫ് കറിയും, കള്ളപ്പം ബ്രേക്ക്ഫാസ്റ്റ്. എനിക്കത് അപ്പുറത്തുള്ള അവരുടെ കടയാണെന്ന് ഡൗട്ടുണ്ട്. അവരുടെ ആ ഷോപ്പിൽ പഴിയില്ലെന്ന് എനിക്ക് തോന്നുന്നു. സ്റ്റാൻഡിന്റെ അവിടെ ഞാൻ പണ്ട് പാലായിലൊക്കെ വരുമ്പോൾ അവിടെ ഫുഡ് കഴിക്കുമായിരുന്നു. ഇലയിൽ പ്ലേറ്റിനകത്ത് എല്ലാം വെച്ച് അവർ ഫുഡ് തരുന്നത്. മഴക്കാറുണ്ട് കേട്ടോ. ഇതൊന്നും തോന്നുന്നില്ല. ഉണ്ട്. അപ്പോൾ നല്ല ആസ്വദിച്ച് അവനെ വലിയ സ്പീഡൊന്നുമില്ല. അങ്ങനെ നമ്മളെ കാർമൽ പബ്ലിക് സ്കൂളിന്റെ അവിടെ വീണ്ടും എത്തി. പണ്ടത് സെന്റ് മേരീസ് എങ്ങാണ്ടായിരുന്നു സ്കൂളിന്റെ പേരെന്ന് എനിക്ക് തോന്നുന്നത്. രാവിലെ കുളിച്ചിട്ട് മുടി ഇങ്ങനെ ഡ്രയർ വെച്ച് ജസ്റ്റ് ഒന്ന് ഉണക്കി, എന്നിട്ടാണ് ഞാനിങ്ങനെ കെട്ടിയത്. പക്ഷെ കെട്ടിയ ഭാഗം ഇപ്പോഴും നനവുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ കെട്ടാൻ കൊള്ളില്ല. പിന്നെ പേപ്പർ വാലുവേഷനെ പോലെ എനിക്കൊരു കമന്റ് വന്നായിരുന്നു. ഫേസ്ബുക്കിലാട്ടാ വന്നത്. ഞാൻ ഫോട്ടോയ്ക്കാണ് കമന്റ് വന്നത്. വർഗീസ് ഉണ്ണിയാളിനെ കാണിച്ചിട്ട് ഞാൻ
ഞാൻ പുണ്യാളുടെ പുറകിൽ കയറിയിട്ടുണ്ട്. അതിൻ്റെ പുറകിലായിട്ട് ആ രൂപത്തിൻ്റെ അങ്ങോട്ട് കയറി ചെന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ടപ്പോൾ കമൻറ്റ് വന്നു, മുടി ഇങ്ങനെ വലിച്ചു കെട്ടല്ലേ, വേറെ ഏതെങ്കിലും ഹെയർ സ്റ്റൈലൊക്കെ നോക്കാൻ പറഞ്ഞ് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നേ. പക്ഷേ എലിവേഷനൊക്കെ പോകുമ്പം ഏറ്റവും നല്ലത് ഇങ്ങനെ മുടി ഒതുക്കി കെട്ടുന്നതാണ്. ഇങ്ങനെ കെട്ടണത് എനിക്കിഷ്ടമായിരുന്നു. ഇങ്ങനെ ഞാൻ ഇങ്ങനെ കെട്ടിയിട്ട് ഇരിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കെട്ടി വെച്ചാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പോണിട്ടയിലായിട്ട് കെട്ടിയതല്ല. കാരണം മുടി വായിലേക്ക് വരും, കാറ്റടിച്ചിട്ട് ഇങ്ങനെ വരും. പിന്നെ മുടി ഒതുക്കിക്കൊണ്ടിരിക്കാനൊന്നും സമയമില്ല. ഒറ്റ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേപ്പർ ആ നോക്കിയാൽ അത്രയും പേപ്പർ നമ്മൾ തിരിച്ചു കൊണ്ട് കൊടുത്ത് അടുത്ത പേപ്പർ കൊണ്ട് വരുന്നു, അതേപടി ഇരിക്കുന്നു. അങ്ങനെയായിരുന്നു. അതുകൊണ്ട് അയ്യോ അത് അങ്ങോട്ട് പോയാ സങ്കടമായോ? ആണ്ട് ചേട്ടന് സങ്കടം വന്നു. ടിപ്പറുകാരൻ തൊടുപുഴയ്ക്കായിരിക്കും എന്ന് പറഞ്ഞ് ചേട്ടൻ നോക്കിക്കൊണ്ടിരുന്നതായിരുന്നു. ടിപ്പറുകാരൻ കൂത്തായിട്ടുള്ള നമുക്കൊന്ന് പുറകെ വെച്ചുപിടിപ്പിക്കാം. ഇത് ബൈപ്പാസ് റോഡ്, മാണിസ ബൈപ്പാസ് റോഡ്. സെറ്റപ്പ് പാലമാണ് കേട്ടോ. ഇത് പാലമായത് ഇത്രയും വീതിയിൽ ഇത്രയും നീളത്തിൽ പാലം. ഇത് വലിയ പാലമാണ്, നോക്കിക്കേ. അതുപോലെ തന്നെ ഇതേ കാണുന്നതാണ് പഴയടം നമ്പൂതിരിയുടെ റെസ്റ്റോറൻറ്റ്. പ്യുവർ വെജ് റെസ്റ്റോറൻ്റ് ആണ് പഴയടം. ഇതേ കാണുന്നവിടെ ഭയങ്കര തിരക്കാണ്, എപ്പോഴും തിരക്കാണ്, നല്ല തിരക്കായിരിക്കും, എപ്പോഴും തിരക്കായിരിക്കും. പഴയടം രുചി. നമ്മൾ 1-2 തവണ കയറിയിട്ടുണ്ട്. നമ്മൾ 1-2 തവണ കയറിയിട്ടുണ്ട് ചേട്ടാ. ഞാൻ ചേട്ടൻ്റെ കൂടെ ആണല്ലോ വന്നിട്ടുള്ളൂ. ഇവിടെ എനിക്കിവിടെ ഇറങ്ങുന്ന കാര്യം. നമ്മൾ ഊണ് കഴിക്കാൻ കയറിയില്ലായിരുന്നു ഓണത്തിന്റെ സമയത്ത് എങ്ങാണ്ട്. അതിവിടെയല്ലേ ആദ്യത്തെ ഊണ് നമ്മൾ കഴിച്ചത്, ഓണത്തിന്റെ ഫസ്റ്റ് സദ്യ കഴിച്ചത് ഈ പഴയടത്തുനിന്ന്. നമ്മള് ഓർക്കണ്ടോ? ഓണത്തിന്റെ ഫസ്റ്റ് സദ്യ ഈ പോണ വഴിക്കൊക്കെ. ചേട്ടാ ഞാവൽപ്പഴം, ചേട്ടാ ഞാവൽപ്പഴം, ഞാവൽപ്പഴം അത് കാണിച്ചോ? എനിക്ക് വേണം, ഒത്തിരി വേവണിപ്പോ. ഇപ്പൊ നടന്നു വാങ്ങിച്ചോണ്ട് വരാം എന്നാ. അപ്പൊ ദാ നമ്മൾ ഞാവൽപ്പഴം വാങ്ങിട്ടോ. 1/4 കിലോ 100 രൂപ, 1/2 കിലോ വാങ്ങിച്ചേ. ഒരു പയ്യനാ. അപ്പം 1/2 കിലോയും കഴിഞ്ഞ് 40 ഗ്രാം കൂടുതൽ വന്നപ്പോൾ തിരിച്ച് 2 പറക്കിയിടുക. അപ്പം ഞാൻ പറഞ്ഞു, എടാ 200 രൂപയ്ക്ക് വാങ്ങണല്ലേടാ, അത് പറക്കിയിടണ്ടെന്ന് പറഞ്ഞ് പച്ചറക്കിന് ഇട്ടിട്ട് ചിരിച്ച്. ഒരു മനസ്സിനെടുക്കാം. ബ്ലാക്ക്ബെറി. നാവും കണ്ണാടിയൊക്കെ വയലറ്റ് കളർ. കണ്ണട ബ്ലൂ ഗ്ലാസ് ആയോണ്ടാ, ബ്ലൂ കോട്ടിങ്ങാ. ചേട്ടൻ നാവ് കാണിച്ചേ, നാവ് കാണിച്ചേ. ചേട്ടൻ നാവിലിട്ട് അലിയിച്ച് തിന്നുമായിരുന്നു. എന്നെക്കാൾ കൂടുതൽ എൻ്റെ അത്ര ഇല്ല, പക്ഷെ നല്ല മധുരം ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതൊന്ന് നടണം. ഞാവൽ എന്നാണ് വെള്ളൊരു ഞാവൽ മരം നട്ടുപിടിപ്പിക്കുക. ചോലയൊക്കെ ആകും ആ സൈഡ്, എന്നാലും വേണ്ടില്ല. ആ മരം നിൽക്കുന്ന സൈഡ് ചോലയാകും. ഈ സാധനം പടർന്ന് പിടിക്കും, എന്നാലും വേണ്ടില്ല. ഇത്രയും വില കൊടുത്ത് വാങ്ങേണ്ടത്. ഈ ചക്ക എപ്പോഴും വാങ്ങാറുള്ളതാണ്. അയ്യോ, ആ വണ്ടി പോയതൊക്കെ ആംബുലൻസ്. ഇന്ന് ഒരുപാട് ആംബുലൻസ് പോണ കണ്ടു കേട്ടോ, മനുഷ്യന്മാരെ അങ്ങോട്ട്. പാലാ രജിസ്ട്രേഷൻ അതേ പോണേ 35. ടാക്സി ചേട്ടന്റെ കാണിച്ചേ, ചേട്ടൻ നാക്കുന്നിട്ടൊന്നുമല്ലേ. നമ്മളപ്പോ തൊടുപുഴ റോഡിലേക്ക് കടന്നു.
പകുതി വഴിയെത്തി. പകുതി വഴിയെത്തിയില്ല കേട്ടോ. വഴി നല്ല വഴിയാണ്. കവിത്താനത്തിരിക്കുന്ന കുരിശുപള്ളി. നമ്മളിപ്പോൾ തൊടുപുഴ എത്തി കേട്ടോ. തൊടുപുഴയല്ല, നമ്മൾ പട്ടയംകാവിലെത്തി. ബ്രദേഴ്സ് ഹോട്ടലിൻ്റെ ഫ്രണ്ടിലെത്തി. ചേട്ടൻ ഫുഡ് വാങ്ങാൻ പോയതാണ്. നമ്മൾ വെളിയിലിറങ്ങി ഫുഡ് കഴിക്കാനായിട്ട് നിന്നില്ല, വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വെച്ച് കഴിക്കാം. ആടിനൊന്നും തീറ്റ കൊടുത്തിട്ടില്ല കേട്ടോ, അതുകൊണ്ട് നമുക്ക് വീട്ടിൽ പോയിട്ട് കഴിക്കാമെന്ന് വെച്ചു. പിന്നെ എനിക്കാണെങ്കിൽ തീരെ വയ്യ താനും, ഞാൻ ഇറങ്ങാനൊന്നും വയ്യ, കാലൊക്കെ വേദന എടുക്കുന്നത്. അപ്പം അങ്ങനെ ഒരു വാലുവേഷനൊക്കെ കഴിഞ്ഞ് വീട്ടിൽ എത്തി. നാളെ ഇനിയിപ്പോൾ മുഹറത്തിൻ്റെ അവധിയാണ്, പിന്നെ ശനി ഞായറും, പിന്നെ തിങ്കളാഴ്ച വീണ്ടും കോളേജിലേക്ക് പോകും. ഇന്നലെ ആണെങ്കിൽ ഞാൻ കാതലിരിക്കുന്ന സ്റ്റഡ് ഇട്ടുകൊണ്ട് പോയിട്ട് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ലേ, ചേച്ചി ഊരിക്കളയ്യേ ഇങ്ങനത്തെ ഇട്ടേക്കരെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു തൂക്കക്കമ്മലാണ് എനിക്ക് നല്ലതെന്ന് വെച്ചപ്പോൾ ചേച്ചി പറഞ്ഞു അതേന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനൊരു തൂക്കക്കമ്മൽ ഇട്ടതാട്ടോ. നമ്മുടെ ലൈഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. ചേട്ടനാണെങ്കിൽ ഫുഡ് വാങ്ങാൻ പോയേക്കുവാണ്. ഞാനിപ്പം ഇവിടെ വെയിറ്റ് ചെയ്യുവാണ് പട്ടയംകാവിലയിൽ. ചേട്ടൻ കൊള്ളാമല്ലോ, ചേട്ടൻ ഹാൻഡ് ബ്രേക്കൊന്നും ഇടാതെ ഇറങ്ങിപ്പോയത്. മൊബൈലും എടുത്തിട്ടില്ല. ആൻസ് സ്കൂളിൽ പോയേക്കും. ആൻസ് വരാൻ ഒരുപാട് സമയമെടുക്കും. വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ ട്യൂഷന് പോകും. അപ്പം ഞാനാണെങ്കിൽ ദൃശ്യം പ്രൈം വീഡിയോയിൽ വന്നിട്ടുണ്ട്. ഞാനാണ് ഇതൊക്കെ ചാർജ് ചെയ്തിട്ടേക്കണോണ്ട് കാണാമല്ലോ. അപ്പം ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കി കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയാം. കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. തിയേറ്ററിൽ പോയി കാണുന്ന ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷെ പോകാൻ പറ്റിയില്ല. നമ്മളിന്ന് വൈകിട്ട് ചാച്ചൻ്റെ അടുത്ത് പോകണോണ്ട് ആ സമയത്തൊക്കെ ചാച്ചന് ഇച്ചിരി കൂടുതലും ആയിരുന്നല്ലോ. ചാച്ചന് ഓക്കെ ആയിട്ട് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ദൃശ്യം കാണാൻ പറ്റിയില്ല. കാണാൻ പറ്റാത്തതിൽ വിഷമമൊന്നുമില്ല, കാരണം നമ്മളങ്ങനെ തിയേറ്ററിൽ പോയി കാണണം എന്ന് നിർബന്ധമുള്ളവരൊന്നും അല്ല കേട്ടോ. സിനിമയെല്ലാം വരുന്നത് ഞാൻ കൂടുതലായിട്ട് OTTയിലാണ് കാണുന്നത്. ഹോട്ട്സ്റ്റാറും C5ഉം സോണിയും ഇതെല്ലാം ഞാൻ ചാർജ് ചെയ്തിട്ടേക്കുക, ഏത് വന്നാലും കാണാൻ വേണ്ടിയിട്ടേ. ടെലഗ്രാം വഴിയൊക്കെ സിനിമ എടുക്കാമെന്ന് പറയണൊക്കെ കേൾക്കാം, പക്ഷേ എനിക്കങ്ങനെ എടുക്കാനെന്ന് അറിഞ്ഞൂടാ കേട്ടോ. എൻ്റെ ഈ ഫോണിനകത്ത് ടെലഗ്രാം ഒട്ടും ഇല്ലതാണ്. ആൻസിൻ്റെ കയ്യിലിരിക്കുന്ന എൻ്റെ പഴയ ഫോണിൽ ടെലഗ്രാമൊക്കെ ഉണ്ട്. അതിനകത്താണെങ്കിൽ ചാർജും ചെയ്യാറുമില്ല. ആൻസിനെ കോൾ ചെയ്യാൻ വേണ്ടി മാത്രം ചാർജ് ചെയ്തിടും. ഈ OTTയിലൊക്കെ സിനിമ എപ്പോഴും വരുന്നത് കൊണ്ടേ നമുക്ക് പിന്നെ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ലല്ലോ. ഹോട്ട്സ്റ്റാറൊക്കെ എപ്പോഴും C5 ഒക്കെ ഞാൻ സോണി C5 ഒക്കെ ചാർജ് ചെയ്യുന്നത് ഏതെങ്കിലും സിനിമ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ പോയി ചാർജ് ചെയ്തിടുന്നേ ഉള്ളൂ. ഏതോ ഒരെണ്ണം ഞാൻ ഒരു കൊല്ലത്തേക്കൊക്കെ ചാർജ് ചെയ്തിട്ടേക്കുന്നത്, ഏതാന്നിട്ട് ഇപ്പോൾ ഓർക്കുന്നുമില്ല. അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യം. നമുക്കിങ്ങനെ തിയേറ്ററിൽ പോയി കാണണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. പിന്നെ അതൊരു രസമാണ്, നല്ലൊരു അനുഭവമൊക്കെയാണ്. പിന്നെ ഒരു കാര്യമുണ്ടെന്ന്, തിയേറ്ററിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടാത്ത സിനിമയാണെങ്കിൽ നമ്മുടെ ആൺസൂട്ടനും ചേട്ടനും ഇരുന്ന് ഉറങ്ങും. എൻ്റെ അപ്പുറം ഇപ്പുറം ഇരുന്ന് ഇവർ രണ്ടുപേരും ഉറങ്ങുമ്പോൾ ഞാൻ മാത്രം ഇങ്ങനെ എഴുന്നേറ്റിരുന്ന് കക്കാന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടും കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് ഓർത്തിട്ടാണ് എനിക്ക് തിയേറ്ററിൽ പോകാനുള്ള മൂടും കൂടെ പോയി. പല സിനിമകളാണെങ്കിലും ചേട്ടനും അവനും പകുതി വീതമൊക്കെ കണ്ടിട്ടുണ്ടാവുള്ളൂ. അവനാണെങ്കിൽ തിന്നാൻ വേണ്ടി വരുന്നതാണ്. കുറച്ച് പോപ്കോണും വാങ്ങും, പിന്നെ നാട്ട്കട്ട് നട്ട്സ് എന്തോ ഏതാണ്ട് സാധനമൊക്കെ വാങ്ങും, എന്തൊക്കെയോ വാങ്ങും. അവൻ ജ്യൂസും വാങ്ങും, എന്നിട്ട് അതും കുടിക്കും, വയറ് നിറയ്ക്കും, അവിടെ കിടന്ന് കുളവി ഉറങ്ങും പോലെ അവിടെ കിടന്ന് ഉറങ്ങുകയും ചെയ്യും. ഇതൊക്കെയാണ് അവൻ്റെ പരിപാടി. ചേട്ടൻ പിന്നെ സിനിമ കാണുമ്പോഴത്തേക്കും കോട്ടുമായിട്ട് തുടങ്ങും. അപ്പോൾ പിന്നെ ഈ രണ്ടെണ്ണത്തിൻ്റെ കൂടെ കാണാൻ പോയിട്ട് എൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അപ്പോൾ ചേട്ടൻ്റെ ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നോട്ടെ, പൊറോട്ട ബീഫും. സ്മെല്ലുണ്ട്, ഹായ് സ്മെല്ല്. എന്തോ ഒരു നാൾ കൂടി നമ്മൾ പൊറോട്ട വാങ്ങണമല്ലോ ചേട്ടാ. ഞങ്ങളും അധികം വീട്ടിലുണ്ടാക്കുക ചെയ്യുന്നുണ്ട്. കുറേ ആയി, ഒത്തിരി നാളായി. കുറേ നാളായിട്ട് നമ്മൾ പുട്ടായിരുന്നു, പഴമായോണ്ട് എന്നും പുട്ടായിരുന്നു. പിന്നെ ഇടിയപ്പം ഉണ്ടാക്കി, ഉപ്പുമാവ് ഉണ്ടാക്കി, ദോശയപ്പം ഉണ്ടാക്കിയിട്ട് കുറേ നാളായി. ഇച്ചിരി ഉണ്ടാക്കണം. മനസ്സിന് ഭയങ്കര ഇഷ്ടമാണ് ദോശയും ചമ്മന്തി. സാമ്പാറൊന്നും അവന് വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിട്ടാ, വീട്ടിലെത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ പൊറോട്ടയും ബീഫും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. ഞാൻ പിന്നെ എത്ര വെക്കാനല്ല, ബാക്കി എന്താണ് പട്ടിക കൊണ്ട് കൊടുത്തില്ലെങ്കിൽ നമുക്ക് അത് കൊണ്ട് കൊടുക്കാറുണ്ട്. ഞാനാണ് മതി 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 എനിക്ക് ഇച്ചിരി ആലോചിച്ചാൽ മതി.
ഇച്ചിരി കൊച്ചിന് വെച്ചേക്കണം. പിന്നെ നമുക്ക് ഇതുണ്ടല്ലോ പിന്നെ ഇത് വേണോ? വെച്ച് കഴിച്ചേക്കാം ഇവിടെ. ചിക്കൻ്റെ ഗ്രേവിയാണ് കണ്ടിട്ട്. സൈഡ് മതി 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 മതി. ചിക്കൻ്റെ ഗ്രേവിയാ. എന്നാണ് ചിക്കൻ്റെ നല്ല കൊഴുപ്പുണ്ട്. ചിക്കനാണോന്ന് അറിഞ്ഞൂടാ, അതുപോലെ ഇരിക്കുന്നു. ആണോ നോക്കിയേ. ചിക്കന അമ്മച്ചി പൊറോട്ട കഴിക്കണില്ലേ? പൊറോട്ട കഴിക്കണില്ലെന്നാ ഇല്ലേ? അമ്മച്ചി പാത്രം എടുത്തോണ്ട് വാ, മുറിക്കകത്തേക്ക് കൊണ്ട് തന്നെ. അങ്ങനെ ബീഫ് കറി, ബീഫ് ഫ്രൈ, ചിക്കൻ്റെ ഗ്രേവി. ചേട്ടൻ ഇപ്പം നമ്മൾ കഴിക്കട്ടെ. ഞാനേ വന്ന് കിടന്നേ സുഖമായിട്ടൊന്ന് ഉറങ്ങിട്ടോ. ആൻസൂട്ടൻ വന്നു, ട്യൂഷന് പോയി, തിരിച്ച് വന്നു. അത്തേക്ക് സമയം അങ്ങ് പോയേ. അപ്പം ആൻസൂട്ട പൊറോട്ടയും ബീഫും കഴിക്കുവാണേ. അത് കഴിയുമ്പോൾ ആൻസൂട്ടന് ഞാനൊരു കാര്യം കൊടുക്കും. എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? എന്താണെന്ന് കമൻ്റൊക്കെ ഇടണേ. കിട്ടുമെന്ന് നമ്മളിന്ന് ഓർത്തല്ല. ഞാനും ചേട്ടനും അത് കിട്ടിയപ്പോൾ തന്നെ ഒരു 3-4 എടുത്തത് നിങ്ങളൊക്കെ കണ്ടതല്ലേ. അപ്പോൾ എന്താണെന്ന് കമൻ്റ് ഇട്ടേക്കണേ. ആൻസൂട്ടന് കൊടുക്കും. അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ വരും. അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ബിന്ദു സ്ട്രീംസ്. ബൈ.